എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസ്കഷനിൽ ഇപ്പൊ ഞാൻ നോക്കുന്നത് നമ്മളെ ഓഡിയൻസ് പറഞ്ഞാൽ D2C അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ചെയ്യുന്നവരാണ്. അപ്പം കോണ്ടന്റ് ഇല്ലാണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാനെല്ലാം കോണ്ടന്റിന്റെ മുകളിലാണ് സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടന്റ് ടീം ഏകദേശം ഒരു ഐഡിയ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു കോണ്ടന്റ് ടീമിനെ എങ്ങനെ ഉണ്ടാക്കാന്നില്ല. പക്ഷെ നിങ്ങളൊരു സ്ട്രക്ചർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു അടിപൊളി കോണ്ടന്റ് ടീമിനെ ഇൻഹൗസ് ബിൽഡ് ചെയ്യാം? ആദ്യം നമുക്കൊന്നും പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരുന്നില്ല. ഒരു 2020 നമുക്ക് പെർമനന്റ് സ്റ്റാഫ് ഇല്ല. 20 ലാസ്റ്റിലേക്കാണ് നമുക്ക് പെർമനന്റ് സ്റ്റാഫ് വരുന്നത്. ആദ്യം ഞാൻ ഒരു വീഡിയോ എഡിറ്റർ ആയിരുന്നു. ഹരി ആയിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ എഡിറ്റർ. വീഡിയോ കോണ്ടന്റ് ക്രിയേറ്ററിൽ വരുന്ന പ്രസന്റർ ആയിട്ട് നിൽക്കുന്ന ഹരിയായിരുന്നു ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റയാൾ പോരാട്ടായിരുന്നു. ഹരിയായിരുന്നു ആദ്യം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രീലാൻസ് ആയിരുന്നു അല്ല, ഓഫീസിൽ വന്നിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരാളെയും കൂടി എടുത്ത് അവർക്ക് കുറച്ച് ഇത് കൂടിയ സമയത്ത് ഒരാളെയും കൂടി എടുത്ത്, വർക്ക് കൂടിയ സമയത്ത് ഒരാളെയും കൂടി എടുത്ത്, പിന്നെ പ്രസന്റർ ആഡ് ചെയ്ത് ഓരോരുത്തരും ഓരോ സമയത്താണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഒരു ടീമിനെ ഒത്തായിട്ട് എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. കറക്റ്റ്. അത് ഒരാളാണ് പ്രസന്റർ മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ അത് 2 പേരായി, 3 പേരായി, 4 പേരായി, 6 ആയി. ഇപ്പൊ ഞങ്ങളുടെ ഡിജിറ്റൽ ടീമിൽ ഏകദേശം 10-12 പേരുണ്ട്. വീഡിയോ എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ്, കോണ്ടന്റ് റൈറ്റർ, കോണ്ടന്റ് പ്രസന്റേഴ്സ്, ഡിജിറ്റൽ ഡയറക്ടേഴ്സ്, അങ്ങനെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ഒരു 10-12 ടീം മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഈ ടീം മെമ്പേഴ്സിനെ ക്രിയേറ്റീവ് ആയുള്ള സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കണം. ഒരിക്കലും ഒരു അക്കാഡമിക് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു IT ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സമയത്ത് കയറി വരണം, ഇന്ന സമയത്തിൽ ഇറങ്ങിപ്പോകണമെന്നോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ചുകൂടെ ഓരോ വൈക്ക് വിടുക. നമുക്ക് കറക്റ്റ് സാധനം കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ദിവസം 4 കോണ്ടന്റ് അപ്ലോഡ് ആവും. നമ്മള് ഒരു ഫൺ വീഡിയോ, ഒരു ക്ലാസ് വീഡിയോ, ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ, ഒരു റോ വീഡിയോ, ഒരു ദിവസം 4 കോണ്ടന്റ് നമുക്ക്. അപ്പൊ ഈ 4 കോണ്ടന്റ് പ്രോപ്പർ ടൈമിൽ നമുക്കൊരു ചാർട്ട് ഉണ്ട്. ആക്ച്വലി 6 മണിക്ക്, 8 മണിക്ക്, 12 മണിക്ക്, 1 മണിക്ക്, അങ്ങനെ ചാർട്ട് ഉണ്ട്. ആ സമയത്ത് വീഡിയോ പോകണ്ടെന്ന് നോക്കിയാൽ മതി. ഞാൻ ആ വീഡിയോ പോയിട്ടില്ലെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ചോദിക്കാം, ഇന്ന് എന്തുകൊണ്ട് ഫറാസ് വീഡിയോ പോയില്ല ചോദിക്കാം. ഫറാസ് ആണ് ഡിജിറ്റൽ ഡയറക്ടർ, അപ്ലോഡിങ്സും കാര്യങ്ങളും നടത്തുന്നത്. മനസ്സിലായി. അപ്പൊ അവൻ പറയും ഇന്ന എഡിറ്റർ നിങ്ങൾക്ക് തന്നിട്ടില്ല പറയും. അപ്പൊ ആ എഡിറ്ററോട് ഞാൻ ചോദിക്കാം എന്താ പ്രശ്നം ചോദിക്കാം. അവിടെ മാത്രമേ ഒരു ക്വസ്റ്റ്യനിങ് വരുന്നുള്ളൂ. മറ്റേത് അവര് വൈക്കിട്ടൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ ഈ സാധനം നടക്കണമെന്ന് അറിയാം. ഞാൻ അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആര് മരിച്ചാലും വീഡിയോ പോകട്ടോ. അവര് പല സമയത്ത് ട്രിപ്പ് പോവും, ടൂറൊക്കെ പോവും, നോ ഇഷ്യൂസ്, പോയിക്കോളൂ. അതിന് മുമ്പ് 2 ദിവസം വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് സമയത്തിന് സാധനം പോയിരിക്കണം. നിങ്ങൾ എവിടേക്കാണെങ്കിലും പോയിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സാർ ഒന്ന് ഉച്ചക്ക് പോകണം, പൊക്കോളൂ. വീഡിയോ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാനാണ് ചെയ്യുന്നത്. ഞാൻ പറയും എല്ലാ സാറ്റർഡേ 5 മണിയെന്നൊരു സമയം ഉണ്ടെങ്കിൽ സാധനം പോകണം. എക്സാക്ട്ലി. ചോദ്യം പറച്ചിലൊന്നുമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, ലീവ് എടുത്തോളൂ, വർക്ക് ഫ്രോം എടുത്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷെ വീഡിയോ നമ്മൾ ആ സമയത്ത് കയറണം, അത്ര നമ്മൾ പറയും. കറക്റ്റ്. അതുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉള്ളൂ. ഓഫ് കോഴ്സ്. കറക്റ്റ്. കാരണം അവർക്ക് അറിയാലോ, അത് കയറി കഴിഞ്ഞാൽ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, പ്ലസ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. വീഡിയോയിൽ ഫേസ് കൊടുക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ്, കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഇൻകം വരുന്നുണ്ടോടൊപ്പം തന്നെ അവർക്കൊരു ബെനിഫിറ്റ് വരുന്നുണ്ടല്ലോ. കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ അവരെ പണിക്ക് വിടുക. ജസ്റ്റ് ലീവ് ദം അലോൺ. എവിടെയോ പോയിക്കോട്ടെ, വർക്ക് ഫ്രം ഹോമോ, ഹൈബ്രിഡോ, ഓഫീസിൽ വരിക, ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ സാധനം കിട്ടണം. അത് എന്തായാലും ഈവൻ സൺഡേസ് വരെ നമുക്ക് അപ്ലോഡിങ്സ് ഉണ്ട്. പക്ഷെ നമ്മളെ പിള്ളേർ അത് ചെയ്തു തരും. നമുക്ക് സാറ്റർഡേ ചെയ്തു വെക്കുന്നെങ്കിൽ സൺഡേ ഒഴിവില്ല സമയത്ത് ചെയ്യും. കാരണം ഒരു എഡിറ്റർക്ക് ഒരു വീഡിയോ ചെയ്യാനേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെസ്സോ വർക്ക് ലോഡോ അവർക്കില്ല. ഒരു ദിവസം ഒരു വീഡിയോ ഒരു എഡിറ്റർക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാ. ഒരു വീഡിയോ ചെയ്യാൻ മാക്സിമം വേണ്ടത് 1 hour 2 hours. ബാക്കി സമയം ഒരു ഫ്രീ ആ, നോ ഇഷ്യൂസ്. ആ സമയത്ത് കോണ്ടന്റ് പ്രിപ്പറേഷനിൽ ഇരിക്കും ഞങ്ങൾ. അങ്ങനെ ചെയ്യാറുണ്ട്.